ഇടുക്കി തൊടുപുഴയിൽ ശക്തമായ മഴയെന്നാണ് നമുക്ക് വിവരം ലഭ്യമാകുന്നത്. ജെയിനിസ് രാജു ഉണ്ട് വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം. ജെയിൻ, ഗുഡ് മോർണിംഗ്. തൊടുപുഴയിലെ മഴയുടെ സ്ഥിതി എങ്ങനെയാണ്? അതിശക്തമായ മഴ തന്നെ ഉണ്ടോ? പ്രദേശത്ത് വെള്ളക്കെട്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ കെടുതികളോ ഒക്കെ ഉണ്ടോ? മോത്തി, ഇന്നലെ പകലും ഇന്ന് രാത്രിയും കഴിഞ്ഞ രാത്രിയും മഴ പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു. രാവിലെ ഒരു 7:30-ക്ക് ശേഷമാണ് ജില്ലയിൽ മഴ ആരംഭിച്ചിരിക്കുന്നത്. മലയോര മേഖലയിലേക്ക് അത്ര ശക്തമായ മഴ ലഭിക്കുന്നില്ല. പക്ഷേ ലോ റേഞ്ചിൽ കഴിഞ്ഞ ഒരു അരമണിക്കൂറിലധികമായി നല്ല മഴ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ പിന്നിൽ കാണുന്നത് തൊടുപുഴ ആറാണ്. തൊടുപുഴ ആറിലെ ജലനിരപ്പ് സാധാരണ നിലയേക്കാൾ ഒരല്പം കൂടുതലാണ് എന്ന് പറയേണ്ടി വരും. കാരണം മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം കൂടുതൽ പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മലങ്കര ഡാമിൻ്റെ എല്ലാ ഷട്ടറുകളും 1 മീറ്റർ വരെ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തീരുമാനിച്ചത്. അതിന് കാരണം ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ മഴ ശക്തമാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത്തരമൊരു നടപടി സ്വീകരിച്ചത്. പക്ഷേ അടുത്ത 3 മണിക്കൂറിൽ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വരും മണിക്കൂറുകളിലും മഴ ശക്തമായി പെയ്താൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ശക്തമായ മഴയായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ മഴയും എത്തുന്നത്. അത് ജില്ലയിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായേക്കും. പ്രത്യേകിച്ച് മൂന്നാറിന് സമീപം കഴിഞ്ഞ ദിവസം വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗ്യാപ്പ് റോഡിലും അതിന് സമാനമായ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായി നേര്യമംഗലം മുതൽ ഏതാണ്ട് പള്ളിവാസൽ വരെയുള്ള ഭാഗത്ത് റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെയും മണ്ണിടിച്ചിൽ ഭീതിയും അതോടൊപ്പം തന്നെ മരം വീണുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയാണ് ജില്ലയിൽ പുലർത്തുന്നത്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ റോഡ് ഗതാഗതം 6-ാം തീയതി വരെയാണ് നിരോധിച്ചിരിക്കുന്നത്. രാത്രി യാത്രയ്ക്കാണ് നിരോധനം. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ആ റോഡിൽ പാർക്ക് ചെയ്യുന്നതിനും മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡാമുകളുടെ കാര്യമെടുത്താൽ വലിയ ഡാമുകളായ ഇടുക്കി ഡാമിൽ ബ്ലൂ അലർട്ടാണ്. ഡാമിലെ ജലനിരപ്പ് വളരെ സാവധാനത്തിലാണ് ഉയരുന്നത്. റൂൾ കർവ് അനുസരിച്ച് 2380 അടി വെള്ളം വരെ സംഭരിക്കാൻ കഴിയും. ഏതാണ്ട് 70% ജലനിരപ്പ് എത്തിയിട്ടുണ്ട്. ഈ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമായി തുടർന്നാൽ ഒരുപക്ഷെ ഇടുക്കി ഡാം റെഡ് അലർട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് എത്തിയിട്ടില്ല. 134.5 അടി വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ആ മേഖലയിൽ വൃഷ്ടിപ്രദേശത്ത് കാര്യമായി മഴയില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ വലിയ ഡാമുകളുടെ കാര്യത്തിൽ ആശങ്കയില്ല. ചെറിയ ഡാമുകൾ കഴിഞ്ഞ ദിവസം തുറന്നു വെച്ചത് ഇതുവരെ അടച്ചിട്ടില്ല. നേരിയ രീതിയിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർ, മുതിരപ്പുഴയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർ, പന്നിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർ, തൊടുപുഴയാറിൻ്റെ തീരത്തും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ ആറിൻ്റെ തീരത്തും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ശരി.